ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന തിരുവചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അനേകം വ്യക്തികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയാൽ അത് വിജയിക്കണം, അത് ഏറ്റവും നന്മയായി തീരണം. നന്മയായി തീരണം എന്ന് കരുതിയാണ് പലരും പല കാര്യവും ചെയ്യുന്നത്. പക്ഷേ അത് നന്മയാകണം എന്ന നിർബന്ധമില്ല. ഞാൻ ഓർക്കുകയാണ്, വളരെയേറെ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് വിഷമിച്ച് നടന്നിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയുമില്ല. ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ പ്രയാസപ്പെടുകയാണ്. കയറി കിടക്കാനാണ് വീടില്ല. ഭാര്യയുടെ വീട്ടുകാർക്ക് ഒരു 4 സെൻറ്റ് സ്ഥലം മാത്രമാണുള്ളത്. അവിടെ പോയി താമസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇയാൾ അങ്ങേയറ്റം പ്രയാസപ്പെടുന്നു. അങ്ങനെ വിഷമിച്ച് നടക്കുന്ന ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒരു മനുഷ്യൻ സഹായിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭൂമി അദ്ദേഹത്തിന് വെറുതെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. സഹോദര, താങ്കൾ വിഷമിക്കേണ്ട, എൻ്റെ ഒരു ഭൂമി, അതിനകത്തൊരു വീടുണ്ട്, നിങ്ങൾ വാടകയൊന്നും തരണ്ട, നിങ്ങൾ സുഖമായി അവിടെ താമസിക്കുക. ആ പറമ്പിൽ ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്നതെല്ലാം നിങ്ങൾ എടുത്തുകൊള്ളൂ, വേണ്ട സഹായം ഞാൻ ചെയ്തു തരാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ സമ്പന്നനായ മനുഷ്യൻ ഈ വ്യക്തിക്ക് ധാരാളം സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു. അയാൾ ആ പറമ്പിൽ കൃഷി ചെയ്തു. ആ പറമ്പിൽ വളർത്താൻ കുറേ കന്നുകാലികളെ വാങ്ങിച്ചു കൊടുത്തു. കന്നുകാലികൾക്ക് നല്ല പാല്, 30-40 ലിറ്റർ പാല്. അങ്ങനെ സമൃദ്ധിയിൽ അദ്ദേഹം ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. കുറേ കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് പോലെ മുന്നോട്ട് നീങ്ങുന്നില്ല. ഈ പണം കൊടുത്ത് സഹായിക്കുന്ന വ്യക്തി, ഈ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്ത, ഫ്രീ ആയിട്ട് കന്നുകാലികളെ വാങ്ങിച്ചു കൊടുത്ത, അവൻ്റെ എല്ലാ ആവശ്യത്തിലും കൂടെ നിൽക്കുന്ന ഈ സമ്പന്നനായ മനുഷ്യൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി, ഞാൻ ഈ സഹായിക്കുന്ന വ്യക്തി തൃപ്തനാണോ? അദ്ദേഹം ചോദിച്ചു, നിനക്കിവിടെ സുഖമാണോ? നീ ഇപ്പോൾ 1-2 വർഷമായല്ലോ ഇവിടെ താമസിക്കുന്നു, നിനക്ക് സന്തോഷമാണോ ഇവിടെ? സന്തോഷമാണ് എന്നൊരു വാക്ക് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ ധനാഢ്യനായ മനുഷ്യൻ ആ ചോദ്യം ചോദിച്ചത്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ മറുപടി ഇതാണ്, ഓ എന്ത് സന്തോഷം, കഷ്ടപ്പെട്ട് വിഷമിച്ച് അങ്ങ് ജീവിക്കുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ മനസ്സിന് വല്ലാത്ത സങ്കടമായി. തൻ്റെ പദ്ധതികളൊക്കെ തകർന്നു പോവുകയാണോ എന്നൊരു ചിന്ത, താൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത, അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ധനാഢ്യനായ മനുഷ്യൻ ആ പാവപ്പെട്ട മനുഷ്യനോട് പറഞ്ഞു, ഞാൻ ഇത്രയും സൗകര്യങ്ങൾ നിനക്കൊരുക്കി തന്നിട്ടും നീ ഇവിടെ സംതൃപ്തനല്ലെങ്കിൽ, ഇവിടെ ജീവിക്കാൻ സംതൃപ്തിയുള്ള ആർക്കെങ്കിലും ഞാനിത് കൊടുത്തുകൊള്ളാം. എന്ന് വേണമെങ്കിലും നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, ഇന്നിറങ്ങിപ്പോണം എന്ന് ഞാൻ പറയുകയില്ല. 2-3 ആഴ്ച കൊണ്ട് ആ മനുഷ്യൻ തൻ്റെ ഭാര്യയും 2 പിള്ളേരെയുമായി അവിടുന്ന് ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആർക്കാണ് ജീവിതത്തിൽ നന്മയായി മാറുന്നത്? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്ന അനുഗ്രഹങ്ങൾ നന്മയായി മാറണമെങ്കിൽ വചനവതാ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി
പരിണമിപ്പിക്കുന്നു എന്ന കാര്യം നമുക്കറിയാമല്ലോ. ആ പാവപ്പെട്ട മനുഷ്യൻ തന്നെ സഹായിക്കുന്ന വ്യക്തിയെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ, യാതൊരു അർഹതയുമില്ലാത്തതാണ് താൻ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ആ വ്യക്തിക്ക് ആ ഉടമസ്ഥനെ സ്നേഹിക്കുവാനും ആ ഉടമസ്ഥനിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാമായിരുന്നു. ആ ഉടമസ്ഥനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ ധനാഢ്യനായ മനുഷ്യനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, എനിക്ക് അവരെൻ്റെ മക്കളെ പോലെയാണ്. ഒരു രോഗം വരുമ്പോൾ ഓടിച്ചെല്ലുന്നു, ചികിത്സിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. എൻ്റെ മക്കളെ പോലെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യവും നന്മയായി മാറണമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരണം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ 1 യോഹന്നാൻ 5:3 ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പന അനുസരിക്കുക എന്നതാണ് സാരം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവം ഒരൊറ്റ കൽപ്പനയെ തന്നിട്ടുള്ളൂ, അത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. സ്നേഹത്തിൻ്റെ കൽപ്പന, ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 13:34 നമ്മൾ അതാണ് പ്രിയരെ വായിക്കുന്നത്. ഒരു പുതിയ കൽപ്പന കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്, അത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും നന്മയായി തന്നെ മാറും. എല്ലാം നന്മയായി മാറും. നമ്മുടെ കുടുംബത്തിലൊരു മരണമുണ്ടായാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അത് നന്മയായിട്ട് മാറും. നമ്മളൊരു ബിസിനസ് ആരംഭിച്ചു, അത് തകർന്നുപോയി, ഭാരപ്പെടേണ്ട. അതിലൂടെ ദൈവം എന്തോ ഒരു നന്മ നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഏതു കാര്യവും നമുക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിത്തീരണം. വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ, കർത്താവേ ഞാൻ പാപിയാണേ, എൻ്റെ അടുക്കിലേക്ക് വരരുതേ, അകന്നു പോകണമേ എന്ന് പറഞ്ഞവനാ വിശുദ്ധ പത്രോസ്. ആ പത്രോസിനോടാ കർത്താവ് പറഞ്ഞത്, നീ ഇനി മീൻ പിടിക്കണ്ട, നിന്നെ ഞാൻ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കി തീർക്കാം, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. രാവിലെ എഴുന്നേറ്റ് കടലിലേക്ക് പോയവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു നന്മ വരുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവൻ അവൻ്റെ ജീവിതത്തിൽ ഇറങ്ങി ഇടപെടുമെന്നും അവനെ സ്വന്തമാക്കുമെന്നും അവൻ കരുതിയിരുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ അധ്വാനിച്ച് ജോലി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ അന്വേഷിച്ച് നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. ദൈവം നമ്മുടെ അരികിലേക്ക് വരുന്നത് നമ്മളെ നശിപ്പിക്കാനോ തകർക്കാനോ അല്ല, നമ്മളെ ഉയർത്താനാണ്. പത്രോസ് അപ്പസ്തോലനെ മനുഷ്യനെ പിടിപ്പിക്കുന്നവനാക്കി മാറ്റിയെങ്കിൽ, പത്രോസ് അപ്പസ്തോലനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കിയെങ്കിൽ, കർത്താവിൻ്റെ കൂടെ നടക്കാൻ കഴിവുള്ളവനാക്കി തീർത്തുവെങ്കിൽ, ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അപ്പസ്തോലന്മാരിൽ പ്രമുഖനായി പത്രോസ് ഉയർന്നുവെങ്കിൽ, പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയായി 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 മാറുകയാണ്. ചില അവസരങ്ങളിൽ എടുത്തിയാടി പത്രോസ് അതും ഇതുമൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ ഉള്ളിൽ പിശാചാണ്, സാത്താനാണ് നിന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നത് എന്ന് പോലും ദൈവം പത്രോസിനോട് സംസാരിച്ചിട്ടുണ്ട്. നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് കർത്താവ്. എന്നിട്ടും എത്രയോ തവണ തള്ളിപ്പറഞ്ഞു വിശുദ്ധ പത്രോസ്. ആ തള്ളിപ്പറഞ്ഞതുപോലും പത്രോസിൻ്റെ ജീവിതത്തിൽ നന്മയായി മാറുകയാണ്. അങ്ങനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം പത്രോസിനെ അരികിലേക്ക് വിളിക്കുകയാണ്. കാരണം ഈശോ മരിച്ച് 3 ദിവസം പത്രോസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കരഞ്ഞ് 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 കിടക്കുകയാണ്. ഞാൻ എൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തല്ലോ, ഗുരുവിനെ ഒറ്റിക്കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് 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 കിടക്കുകയാണ്.
വളരെയേറെ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് വിഷമിച്ച് കർത്താവിനെ തള്ളി പറഞ്ഞതിൻ്റെ വേദനയാണ് പത്രോസ് അപ്പസ്തോലൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോൾ കർത്താവ് അവൻ്റെ അരികിലേക്കാണ് വരുന്നത്. യോനായുടെ പുത്രനായ ശമയോനെ, നീ ഇവരെക്കാളൊക്കെ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, സ്നേഹിക്കുന്നു. എന്നാൽ എൻ്റെ ആടുകളെ മേയ്ക്കുക. യോനായുടെ പുത്രനായ ശമയോനെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? ഉവ്വ് കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. യോനായുടെ പുത്രനായ ശമയോനെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഒരേ കാര്യം മൂന്നാമത്തെ തവണ ചോദിച്ചപ്പോൾ പത്രോസ് അപ്പസ്തോലന് തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചൊരോർമ്മ, കർത്താവിനെ തള്ളി പറഞ്ഞതിനെക്കുറിച്ചുള്ള ഓർമ്മ, താൻ തന്നിൽ തന്നെ ആശ്രയിച്ചതിനെക്കുറിച്ചുള്ള ഓർമ്മ പത്രോസിനെ വല്ലാതെ ഭാരപ്പെടുത്തി. പത്രോസ് അപ്പസ്തോലൻ പറഞ്ഞു, കർത്താവേ, നിനക്കെന്നെ അറിയാവല്ലോ, നിനക്കെല്ലാം അറിയാവല്ലോ. ഞാൻ ആരാണെന്നും എൻ്റെ അവസ്ഥ എന്താണെന്നും ഒക്കെ നിനക്കറിയാമല്ലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തമ്പുരാൻ്റെ സന്നിധിയിൽ തന്നെ ആര് അടിയറവ് വയ്ക്കുന്നോ അവനെ ദൈവം ഉയർത്തും. ഈ ലോകത്തിൽ മാർപ്പാപ്പയെക്കാളും വലിയ ഒരു പദവി കിട്ടാനില്ല. ക്രിസ്തുവിൻ്റെ പദവിയാണ്, ക്രിസ്തുവിൻ്റെ സ്ഥാനമാണ്. കർത്താവ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് പത്രോസിനെ ആദ്യത്തെ മാർപ്പാപ്പയാക്കി മാറ്റി. കർത്താവ് തൻ്റെ ദൗത്യം പത്രോസിനെ ഏൽപ്പിച്ചു. ഈ ലോകത്തെ മുഴുവനും നയിക്കാൻ, ഈ ലോകത്തിനെ മുഴുവനും ഭരിക്കാൻ, ഈ ലോകത്തിന് മുഴുവനും മാതൃകയാകാൻ. അപ്പോൾ ഒരു കാലത്ത് വീഴ്ച സംഭവിച്ച പത്രോസ് അപ്പസ്തോലനെ ഈ ലോകത്തെ മുഴുവനും നയിക്കാൻ കഴിവുള്ള വ്യക്തിയാക്കി ദൈവം ഉയർത്തുകയാണ്. അതിനേക്കാൾ വലിയൊരു സ്ഥാനം ദൈവത്തിന് കൊടുക്കാനുണ്ടായിരുന്നില്ല. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ പത്രോസിന് ആ സ്ഥാനം കിട്ടാനുള്ള കാരണം ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിന്നു. അതുകൊണ്ടെല്ലാം നന്മയായി മാറി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർത്ത് നിർത്താൻ, അത് പാപരഹിതമായ ഒരു അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി പാപത്തിൻ്റെതായ ചില വീഴ്ചകളാണ് നമുക്കുണ്ടായിട്ടുള്ളത് എങ്കിൽ അതിനെ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഓ, ഞാൻ പാപത്തിൽ വീണുപോയി എന്ന് പറഞ്ഞ് കുറേ കാലം കരഞ്ഞിട്ടെന്ത് പ്രയോജനം? അങ്ങനെ പാപത്തെ ഓർത്ത് കുറേ സമയം കരഞ്ഞു കഴിഞ്ഞാൽ യൂദാസിനെ പോലെ നിരാശപ്പെട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യും. ചെയ്തുപോയ തെറ്റ്, ചെയ്തുപോയ വീഴ്ചകൾ, അതിനെ ഓർത്ത് നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. അതിൽ നിന്ന് ഒരു പാഠം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റണം. ഒരു പാഠം ഉൾക്കൊള്ളാനായിട്ട് പറ്റും. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടാണല്ലോ ചില പാപങ്ങളും ചില വീഴ്ചകളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വിശുദ്ധ മദർ തെരേസ പറയുന്ന ഒരു വാക്കുണ്ട്, നാം ചിലരെ കണ്ടുമുട്ടുമ്പോൾ അത് നമുക്ക് ഒരനുഗ്രഹമായി തീരും. നാം ചിലരെ കണ്ടുമുട്ടുമ്പോൾ അത് നമുക്ക് ഒരു പാഠമായി തീരും. ചിലർ നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമാണ്, ചിലർ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിലരിൽ നിന്ന് അനുഗ്രഹം സ്വന്തമാക്കുക, ചിലരിൽ നിന്ന് പാഠം പഠിക്കുക. അപ്പോൾ ഒരു വീഴ്ചയിൽ നിന്ന് എന്ത് പാഠമാണ് നമുക്ക് കിട്ടുന്നത്? അതുകൊണ്ട് ഈ വീഴ്ചയിലൂടെയും എൻ്റെ ദൈവത്തിന് നന്മ കൊണ്ടുവരാൻ പറ്റും എന്ന് നാം വിചാരിക്കണം.
മദ്യപാനിയായ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. അദ്ദേഹം നല്ല ഒരു കൗൺസിലറായി ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. അദ്ദേഹം പറയുകയാണ്, മദ്യപാനികൾ എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ എനിക്കൊരാവേശമാണ് അവരോട് സംസാരിക്കാൻ, അവരോടത് തിരുത്താനായിട്ട് പറഞ്ഞു കൊടുക്കാൻ ആവേശമാണ്. മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് വളരെ നന്നായിട്ടറിയാം. മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വരുന്ന തകർച്ചയെക്കുറിച്ച് വളരെ നന്നായി പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയാം. കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതം ഇതാ ദൈവം ഒരനുഗ്രഹമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ എന്ന് അപ്പസ്തോലൻ ചോദിക്കുകയാണ്. നമുക്കത് അറിയാമല്ലോ, അറിയാൻ പാടില്ലാത്ത കാര്യമല്ലല്ലോ അത്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ യാക്കോബിൻ്റെ ഇളയ മകനായ ജോസഫ് ഇളയ കൊച്ചായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്നേഹമൊക്കെ കാണിച്ച് വളർത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദിവസം അപ്പൻ ജോസഫിനോട് പറഞ്ഞു, നിൻ്റെ ചേട്ടന്മാർ സുഖമായിട്ടിരിക്കുന്നോ എന്ന് അന്വേഷിച്ചിട്ട് വരിക. അവൻ അന്വേഷിച്ച് യാത്ര ചെയ്യുകയാണ്. ചേട്ടന്മാർ ആടിനെ മേയ്ക്കാൻ പോയതായിരുന്നു. ചേട്ടന്മാർക്ക് പൊതുവെ അനുജനോട് അല്പം താല്പര്യക്കുറവാണ്. താല്പര്യക്കുറവുണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ജോസഫ് കണ്ട സ്വപ്നങ്ങളെല്ലാം വെറുതെ എല്ലാവരോടും വിളിച്ചു പറയുന്നൊരു സ്വഭാവമുണ്ട് ജോസഫിന്. ഒരു ദിവസം ജോസഫ് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം താണു വണങ്ങി എന്നെ ആരാധിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ കൊയ്യാൻ പോയതായിരുന്നു. അപ്പോൾ ഞാൻ കൊയ്ത കറ്റ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു, നിങ്ങൾ കൊയ്ത കൊറ്റയെല്ലാം എൻ്റെ അടുത്ത് വന്ന് കുമ്പിട്ട് നിൽക്കുന്നു. ബുദ്ധിയുള്ള ചേട്ടന്മാർക്ക് മനസ്സിലായി, ഇവൻ ഞങ്ങളുടെ മേൽ ഭരണം നടത്താൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. ഇവൻ വളർന്നു വന്നാൽ കുഴപ്പമാണ്, അതുകൊണ്ട് ഇവനെ ശരിയാക്കണം. ഒരു സാഹചര്യം കാത്തിരിക്കുകയാണ്. നല്ലൊരു സന്ദർഭം വന്നപ്പോൾ ഈ അനുജനെ അവർ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. പൊട്ടക്കിണറ്റിലിട്ടത് എങ്ങനെ നന്മയായി മാറും? ദൈവം എന്നെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടല്ലോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ജോസഫിന് അതിനകത്ത് കിടന്ന് കരയാമായിരുന്നു. ജോസഫ് കരയുന്നില്ല. ബൈബിള് പറയുന്നത് ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു എന്നാണ്. ചേട്ടന്മാർ അങ്ങനെ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടിട്ട് കരയ്ക്ക് നിൽക്കുമ്പോൾ മിതിയാങ്കാരായ കുറേ കച്ചവടക്കാർ അതിലേ വന്നു. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ പിടിച്ച് ഈ കച്ചവടക്കാർക്ക് നമുക്ക് വിൽക്കാം, കാശും കിട്ടുമല്ലോ. അങ്ങനെ 20 വെള്ളിനാണയ തുട്ടുകൾക്ക് ജോസഫിനെ അവർ വിറ്റു. ജോസഫിനെ അവർ കൊണ്ടുപോയി ഫറവോയുടെ സൈന്യാധിപനായിരുന്ന പൊത്തിഫാറിന് വിറ്റു. പൊത്തിഫാറിൻ്റെ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യുന്ന വ്യക്തി ജോസഫായിട്ട് മാറി. പൊത്തിഫാറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫുമായി പാപം ചെയ്യണം എന്ന ഒരാഗ്രഹം. ആരും അറിയുകയില്ല ജോസഫ് അവളുമായി പാപം ചെയ്താൽ. പക്ഷേ ജോസഫ് പാപത്തിന് കൂട്ടുനിൽക്കുന്നില്ല. പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 31:10 നാം വായിക്കും, പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ ചെയ്യാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനുമായിട്ട് ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. ഇപ്പം പാപം ചെയ്യാൻ അവസരമുണ്ട്, തിന്മ ചെയ്യാൻ സാധ്യതയുണ്ട്, എന്നിട്ടും നമ്മൾ ചെയ്യാതിരിക്കുന്നു, അത് അനുഗ്രഹമായി തീരും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം അനുഗ്രഹമാണ്, എല്ലാം നന്മയാണ്. എന്തായാലും പ്രിയപ്പെട്ടവരെ, പൊത്തിഫാറിൻ്റെ വീട്ടിൽ പൊത്തിഫാറിൻ്റെ ഭാര്യ ജോസഫിനെ പാപം ചെയ്യാൻ നിർബന്ധിച്ചപ്പോൾ, ജോസഫിനെ അവളുടെ മുറിയിലേക്ക് വിളിച്ചപ്പോൾ ജോസഫ് ആ പുറങ്കുപ്പായം പോലും വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടുകയാണ്. പൊത്തിഫാറിൻ്റെ ഭാര്യ ജോസഫിനെ കടന്നു പിടിച്ചപ്പോൾ ആ പുറങ്കുപ്പായം ഒഴിവാക്കിയിട്ട് ജോസഫ് ഓടുകയാണ്.
കുപ്പായം പോലും വേണ്ട. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ചില സംരക്ഷണ വലയം പോലും വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ചില വസ്ത്രങ്ങൾ പോലും വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. ഇതൊന്നും വേണ്ട എനിക്ക്, അതിനെക്കുറിച്ച് ഓർക്കുന്നു പോലുമില്ല. ചില നഷ്ടങ്ങളെല്ലാം നേട്ടത്തിന് കാരണമായി തീരും. ചില നഷ്ടങ്ങളെല്ലാം അനുഗ്രഹത്തിന് കാരണമായി തീരും. എന്തേലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തേലും നിങ്ങളിൽ നിന്ന് കൈമോശം വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുഗ്രഹമായി തീരും. ഇന്നാളെ ഒരാൾ പറഞ്ഞതുപോലെ, എൻ്റെ പൊന്നു ബ്രദറെ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായില്ലായിരുന്നുവെങ്കിൽ ഞാൻ ദൈവത്തെ അറിയുമായിരുന്നില്ല. ചിലർ പറയാറുണ്ട്, ഈ രോഗം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ധ്യാനമന്ദിരത്തിൽ കയറുകയില്ലായിരുന്നു കേട്ടോ, ഈ കടബാധ്യത വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ദൈവമേന്ന് വിളിക്കുമായിരുന്നില്ല. പക്ഷെ അത് നന്മയായി മാറി. നിൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ, നിൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ ഒക്കെ നന്മയായി മാറും. എല്ലാം നന്മയായി മാറും. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോസഫ് അവിടുന്ന് പോയി പൊത്തിഫാറിൻ്റെ ഭാര്യ പൊത്തിഫാറിനോട് ജോസഫിനെക്കുറിച്ച് ഒരു നുണക്കഥ പറഞ്ഞു. ജോസഫ് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു, ആ ഹെബ്രായൻ എന്നെ നശിപ്പിക്കാൻ നോക്കി എന്നൊക്കെ നുണ പറഞ്ഞ് ജോസഫിനെ തടവറയിലാക്കി. തടവറയിൽ കിടന്നതും ജോസഫിന് അനുഗ്രഹമാണ്. ദൈവം കൂടെയുള്ളവൻ എവിടെയായാലും അനുഗ്രഹമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ എവിടെ ചെന്നാലും അനുഗ്രഹമാണ്. അവരുടെ ജീവിതത്തിലെല്ലാം നന്മയായി മാറും. എല്ലാ കാര്യവും നന്മയായി മാറും. ഏതേലും പ്രശ്നങ്ങളിൽ അവരിന്ന് പെടുന്നത് പോലെ തോന്നിയാലും അവിടെ നിന്നും നന്മയുണ്ടാകാൻ കാരണമാകും. അങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ജോസഫിന് അവസരം കിട്ടി. ജോസഫ് ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു. ജോസഫ് ഈജിപ്തിൻ്റെ അധിപനായി തീർന്നു. ഒരു വ്യക്തിക്ക് വളരാവുന്നതിൽ പറ്റും അങ്ങേയറ്റം ഒരു വളർച്ച ഒരു രാജ്യത്ത്, ആ രാജ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ജോസഫ് ഉയരുകയാണ്. ഫറവോ ജോസഫിനെ വിളിക്കുന്ന പേരുണ്ട്, സാഫനത്ത് ഫനേയ. സാഫനത്ത് ഫനേയ. ആ വാക്കിൻ്റെ അർത്ഥം ദൈവം പറയുന്നു അവൻ ജീവിക്കുന്നു. ദൈവം പറയുന്നു അവൻ ജീവിക്കുന്നു. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. നിനക്ക് രോഗമുണ്ടോ, തകർച്ചയുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, വേദനകളുണ്ടോ, എല്ലാം നന്മയായി മാറും. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുക. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. നിന്റെ അനുഗ്രഹം നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ഈ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈ അനുഗ്രഹം നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ വചനത്തിൽ വിശ്വസിക്കണം. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന കാര്യം നമുക്കറിയാമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാവാരിധിയും സ്നേഹസമ്പന്നനുമായ സ്വർഗീയ പിതാവേ, അങ്ങയെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഈ രോഗം നന്മയായി മാറും. എൻ്റെ ഈ തകർച്ച നന്മയായി മാറും. എൻ്റെ ഈ ഭർത്താവിൻ്റെ അവസ്ഥ, ഭാര്യയുടെ അവസ്ഥ, മക്കളുടെ അവസ്ഥ, കുടുംബത്തിൻ്റെ അവസ്ഥ എല്ലാം നന്മയായി തീരുമെന്ന്, എല്ലാം നന്മയായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെല്ലാം നിൻ്റെ കൃപയും ശക്തിയും അഭിഷേകവും പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.